അസ്സലാമു അലൈക്കും. അല്ലാമീൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ശംഖുപുഷ്പത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒട്ടനവധിയുണ്ട്. ഇത് രണ്ട് രീതിയിലുണ്ട്, വെള്ളയും നീലയും. ഈസിയായി നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കാം. ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് 4-5 പൂവിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് പാകമാകുമ്പോൾ കുടിക്കാം. പഞ്ചസാര ഇടാതെ കുടിച്ചാലേ ഔഷധ ഗുണം ലഭിക്കുകയുള്ളൂ. തലേ ദിവസം രാത്രി ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കാലത്ത് വെറും വയറ്റിൽ കുടിക്കാം. എന്നാൽ വാത പിത്ത കഫ രോഗങ്ങൾ ശമിക്കും. ഇതിന് ത്രിദോഷമെന്ന് പറയുന്നു. ത്രിദോഷം ശമിപ്പിക്കും. അമിതവണ്ണം കുറയ്ക്കാനും മുഖസൗന്ദര്യം കൂട്ടാനും തലയിലുണ്ടാകുന്ന താരനും സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കും ചൊറിച്ചിലിനുമൊക്കെ ഉപയോഗിക്കാം. വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേര് അരച്ചു പിഴിഞ്ഞെടുത്ത നീര് 2 ടീസ്പൂൺ എടുത്ത് 1 ടീസ്പൂൺ എണ്ണയും ചേർത്ത് കുട്ടികൾക്ക് രാവിലെ വെറും വയറ്റിൽ കൊടുത്താൽ ബുദ്ധിവികാസം പെട്ടെന്ന് നടക്കും. ഓർമ്മശക്തി കൂട്ടാനും സഹായിക്കും. പ്രായമായവരിൽ കണ്ടുവരുന്ന മറവി, ഓർമ്മക്കുറവ് എന്നിവയ്ക്ക് കാലത്ത് വെറും വയറ്റിൽ ശംഖുപുഷ്പ ചായ പതിവായി കുടിക്കാം. ഈസിയായി ഉണ്ടാക്കാമല്ലോ. കാഴ്ചശക്തി കൂട്ടാനും ബുദ്ധിവികാസം നടക്കാനും ഇത് സഹായിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായും കാണുക. ലൈക്ക് ചെയ്ത് സഹായിക്കുക. ഓരോ വീഡിയോക്കും ലൈക്ക് ചെയ്യാം. ഇത് അറിയാത്ത ചിലരെങ്കിലും ഉണ്ടാവും, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്നെ അറിയാവുന്ന നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്കും ഷെയർ ചെയ്ത് സഹായിക്കുക. ശരീരത്തിൽ അമിതമായി അടിഞ്ഞുകൂടുന്ന ഫാറ്റ് കുറയ്ക്കാനും സഹായിക്കും. ബ്ലൂ ടീ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനും ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും ത്വക്ക് രോഗങ്ങൾക്ക് ഇതിൻ്റെ നീലപ്പൂവ് ഉണ്ടാകുന്നതിൻ്റെ വേര് നന്നായി ചതച്ചത് 20 ഗ്രാം എടുത്ത് 5 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് 2.5 ഗ്ലാസ്സാക്കി വറ്റിച്ചെടുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രക്തം ശുദ്ധിയാവാനും മാറാതെ നിൽക്കുന്ന ചൊറിച്ചിൽ മാറാനും ശംഖുപുഷ്പം സഹായകമാണ്. ഇതിൻ്റെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറയുമ്പോഴേക്കും വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. ശംഖുപുഷ്പത്തിൻ്റെ വിത്താണ് ഈ നടുവിൽ കിടക്കുന്നത്. നീലപ്പൂവും വെള്ളപ്പൂവും ഇതിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ കായാണ് മറ്റത് അരികിൽ വെച്ചത്. താങ്ക് യു.